Hello friends, welcome to Ishan N Spices. Onam Series-ൽ ഇന്നത്തെ തേർഡ് എപ്പിസോഡാണ്. ഇന്നത്തെ വെജിറ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ പാവയ്ക്ക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടില്ല, അതിന്റെ കയ്പ്പ് കാരണം. പക്ഷെ ഒരു കയ്പും തോന്നാത്ത വിധം നമുക്ക് നന്നായിട്ടൊരു കിച്ചടിയും അതുപോലെ തന്നെ ഒരു കൊണ്ടാട്ടം എന്ന് പറയാൻ പറ്റില്ല, നമ്മളതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കയ്പില്ലാത്ത രീതിക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സോ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഓണം സീരീസിൽ നമ്മൾ ഓൾറെഡി 2 കിച്ചടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറിൽ ബീട്രൂട്ട് വെച്ചിട്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറിൽ നമ്മുടെ വെള്ളരിക്ക വെച്ചിട്ട്, ഇത് നമുക്കൊരു ഗ്രീൻ കളറിലോട്ട് ചേർക്കാം. ആക്ച്വലി വൈറ്റ് കളറാണ്, പക്ഷെ നമ്മൾ ഗ്രീൻ കളറിലോട്ട് നമുക്ക് ഇതിനൊന്ന് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. സോ ഓൾറെഡി അത് കണ്ടിട്ടില്ല എന്നുള്ളവർ ആ 2 സീരീസും പോയി കാണുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ചെറിയ സമയപരിധിക്കുള്ളിൽ നമുക്ക് 2 ഡിഷസ് പെട്ടെന്ന് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പോയി കാണാം. എന്നാൽ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇന്ന് നമ്മളിവിടെ 2 മെയിൻ ഡിഷസാണ് ചെയ്യാൻ പോകുന്നത്. അത് രണ്ടും പാവയ്ക്കയിലാണ്. അപ്പോൾ അത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാവയ്ക്ക ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര്, പിന്നെ കുറച്ച് തേങ്ങ, ഒരു മുളക്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്പം ജീരകം, ഉപ്പ്, പിന്നെ വേറൊരു പാവയ്ക്ക ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. തേങ്ങ, മുളക്, നമ്മളുടെ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതേസമയം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് ഉപ്പ് തേച്ച് തിരുമിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം, അതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ പാവയ്ക്കയുടെ ആ ഒരു കുത്ത് നമ്മുടെ ഇതിൽ കാണും. ഉപ്പ് തേച്ച് നമ്മൾ തിരുമിയിട്ട് ഫ്രൈ ചെയ്യണത് കൊണ്ട് പാവയ്ക്കയ്ക്ക് അത്ര കയ്പൊന്നും കാണൂല. ആ കയ്പൊക്കെ ആ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും തന്നെ പോവും. നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാവയ്ക്ക ഇതിലോട്ട് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്പം തൈരും കൂടെ, വെള്ളം ചേർക്കേണ്ട, തൈര് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ ആ ചെവ കാണൂല, നമ്മുടെ ആ പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് കാണൂല. അതുള്ള ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് അതിലോട്ട് തൈര് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കും. ഇത് പാവയ്ക്ക കിച്ചടി ആക്ച്വലി നല്ലൊരു ഡിഷാണ്. ഏത് പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കായിരുന്നാൽ പോലും ഒരു പാവയ്ക്ക കിച്ചടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മൾ ഓൾറെഡി ഓണം സീരീസ് 1, 2 എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 3 ആണ്. ഓണം സീരീസ് 1, 2-ൽ നമ്മൾ ഓരോ കിച്ചടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പാവയ്ക്ക കിച്ചടി. ആദ്യത്തേത് പിങ്ക് കളറിലും അടുത്തത് വൈറ്റ് കളറിലും, ഇപ്പോഴേ ചെയ്യാൻ പോകുന്ന കിച്ചടി നമുക്കൊരു ഗ്രീൻ കളറെന്ന് വയ്ക്കാം. ഇതാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഏത് കിച്ചടി വേണോ നമ്മൾ സദ്യയ്ക്ക് ഉപയോഗിക്കാം. നമുക്ക് ഏത് വെജിറ്റബിൾ അവൈലബിൾ ആണോ എന്നുള്ള രീതി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിച്ചഡീസും പിന്നെ ബാക്കി സദ്യക്കുള്ള ആവശ്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അവരവരുടെ സമയപരിമിതി പിന്നെ അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കിത് ചേഞ്ചസ് വരുത്താമെന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ ഇതിനെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രെയിനറോ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓയിലെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും.
നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യണ പാവയ്ക്ക ഫ്രൈ ഇതിലോട്ടിട്ട് ചെയ്യാം. ആക്ച്വലി കൊണ്ടാട്ടമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൊണ്ടാട്ടം ഇങ്ങനെയല്ല ചെയ്യണത്. പാവയ്ക്ക ഒന്ന് വേവിച്ച് അതിനെ ഒന്ന് ഡ്രൈ ചെയ്ത് വെയിലത്ത് വെച്ച് അതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണത് കാരണം അതൊന്നുമില്ല. പാവയ്ക്ക ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് പറയാം. നമുക്ക് സദ്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതേ ഓയിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനും ഉപയോഗിക്കാം. സോ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സദ്യക്കുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. സോ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുത്ത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. പാവയ്ക്കൊക്കെ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. സോ അതിൻ്റെ കയ്പ്പ് ചവ അങ്ങനെ നിൽക്കും. അതിനേക്കാളും ഒന്ന് ക്ഷമയോടെ അല്പം ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ആ പാവയ്ക്കയുടെ കയ്പ്പൊന്നും കാണുകയില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചേരുവയിൽ നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കുകയാണ്. നമ്മളെപ്പോൾ സെർവ് ചെയ്യണോ അതിന് മുൻപായിട്ട് മാത്രം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ പാവയ്ക്ക ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ കളറൊന്ന് മാറിപ്പോവും. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറിലാണ് ഈ കിച്ചടി സെർവ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുമാതിരി യെല്ലോ കളറായി മാറും. അതിനേക്കാളും നമ്മൾ എപ്പോൾ സെർവ് ചെയ്യണോ അപ്പോഴത്തേക്കും ഇതിങ്ങനെ ചേർത്തിട്ട് സെർവ് ചെയ്യണതായിരിക്കും ബെറ്റർ. ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യാം.
സെയിം ടൈം നമ്മുടെ കൊണ്ടാട്ടവും ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ പാവയ്ക്ക പൊരിച്ചത് അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡിയായി. ഇത് ആർക്കും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓണം സീരീസിന്റെ അടുത്തിനി വരുന്ന എപ്പിസോഡ്സ് എല്ലാം നമ്മുടെ പായസം പിന്നെ അതുപോലെയുള്ള വെറൈറ്റി ഡിഷസ് എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. സോ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഇഷാൻ N Spices. താങ്ക്സ് ഫോർ വാച്ചിങ്.